ഇത് ആ റേപ്പ് ആൻഡ് മർഡർ കേസോ? അതെ സർ. നീയാണോ ചെയ്തത്? അതെ. ഒറ്റയ്ക്കായിരുന്നോ ഗ്രൂപ്പോ? ഒറ്റയ്ക്കായിരുന്നു. എന്തിനാ അവളെ കൊന്നു? മുമ്പ് കേസുകളുണ്ടോ? അത് നീ മുമ്പ് ചെയ്ത തൊട്ടിത്തരങ്ങളുടെ എല്ലാം വിശദാംശങ്ങൾ കേട്ട് എനിക്ക് ആസ്വദിക്കാൻ വേണ്ടിയല്ല ചോദിച്ചത്. കേസിൽ നിന്ന് ഊരിത്തരാൻ വല്ല വകുപ്പുണ്ടോ എന്ന് അറിയാനാടാ പുല്ലേ. സോറി സർ, പ്ലീസ് പറയടാ അങ്ങോട്ടോ. ഒന്ന് ചെയ്യട്ടല്ലേടി. സാർ മരിച്ചു. ഏയ് ചത്താലും സാരമില്ല, ഇവിടെ. എങ്ങനെയാ പുറത്തായത്? എന്ത് ചെയ്താലും അത് അപ്പൊ തന്നെ മീഡിയക്കാർ അറിയുമല്ലോ സാർ. ഈ മീഡിയക്കാരുടെ കാര്യം ഇങ്ങനെയാ. 10 ലക്ഷം പേർക്ക് സാരി വിതരണം ചെയ്ത 10 ലക്ഷം പേർക്ക് സാരി വിതരണം ചെയ്തത് UK ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് സ്ക്രോളിംഗിൽ ഇത്രയുണ്ടാവും. എന്നാൽ ഒരു സാരി അഴിച്ചു നോക്ക്, അന്ന് മുഴുവൻ അതൊരു വലിയ ന്യൂസ് ആയിരിക്കും. സാരി വലിച്ചഴിച്ചു, വലിയ എക്സ്ക്ലൂസീവ്. അപ്പൊ ആ ന്യൂസാണ് ന്യൂസൻസ് ആയത്. അല്ലെങ്കിലും ന്യൂസ് എപ്പോഴും ന്യൂസൻസ് ആണല്ലോ. അതിരിക്കട്ടെ പ്രൊഫസർ, ആ വണ്ടൻമേട് ടീ ഫാക്ടറിക്ക് അടുത്തുള്ള 30 ഏക്കർ ഇപ്പോഴും ഉണ്ടോ അതോ വിറ്റോ? വിറ്റിട്ടില്ല സാർ, എന്റെ പേരിലുണ്ട്. ഉണ്ടല്ലോ, അപ്പൊ പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോ. താങ്ക് യു സാർ. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? എന്റെ മോക്ക് കോളേജ് ഫീസ് പോലും അച്ഛനാ കൊടുത്തിരുന്നത്. രാവിലെ കോളേജിലേക്ക് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയതാ എന്റെ മോള്. മെഡിസിന് ചേരണം എന്നുള്ളായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാം പോയി. കൊന്നുകളഞ്ഞില്ലേ അവരെന്റെ മോളെ? അവർക്ക് ശിക്ഷ കിട്ടിയ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ തിരിച്ചു കിട്ടില്ല. എന്നാലും ന്യായം നടപ്പാകണം മോളെ. ഈ കേസിനെ സംബന്ധിച്ചുള്ള ഏത് വിഷയത്തിനും എന്റെ സഹായം ഉണ്ടാവും. എന്റെ അച്ഛൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടോ അതൊക്കെ ഞാനും ചെയ്തിരിക്കും. മൂർത്തി മാഡം, നമ്മുടെ ലോയറിനെ വിളിച്ച് ഈ കേസിനെ സംബന്ധിക്കുന്ന വിവരങ്ങളും സാക്ഷികളും കളക്ട് ചെയ്യണം. യെസ് മാഡം. ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോളൂ. ബാർ കൗൺസിലെ മീറ്റിംഗ് കഴിഞ്ഞു വാ പോവാം. അതെ, ഒരാൾക്കെതിരെ കേസുണ്ട്. ആർക്കെതിരെയാടാ? MLA-ക്കെതിരെ. MLA-ക്കെതിരെ? ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല. ഇതിനൊക്കെ കേസ് എടുക്കൂ? നിങ്ങൾക്ക് ബുക്കിലുള്ള നിയമമല്ലേ അറിയൂ. ഇത് കുറച്ച് വലിയ ഇഷ്യൂ ആ. വേഗം എഴുതിക്ക്. വേറെ ആളെ നോക്ക്. അവരെ അടിക്ക് സാറേ. ഓ, എണീച്ച് കിട്ടിപ്പോടാ. എന്തൊരു ബഹളം. MLA വന്നിട്ടുണ്ടല്ലോ. ഇതിനോടകം വളരെ കോളിളക്കം സൃഷ്ടിച്ച മാനസ കൊലക്കേസിന്റെ ഫൈനൽ ഹിയറിംഗ് ഇന്നാണ് നടക്കുന്നത്. മാനസ കൊലക്കേസിലെ വിധി എന്താണെന്ന് അറിയാനായി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ശരിക്കും ഈ കേസിന് ഇത്ര ഇമ്പോർട്ടൻസ് വരാൻ കാരണം പ്രതി പ്രമുഖ വ്യവസായ നേതാവും UK ഗ്രൂപ്പ് ഉടമയുമായ പട്ടം പ്രസാദിന്റെ മകൻ പട്ടം വീരേന്ദ്രനാണ് എന്നതാണ്. ധനുഷിന്റെ ആൾക്കാരാണല്ലോ ഇത്. മോളെ, നമ്മുടെ വക്കീൽ ഇതുവരെ വന്നില്ലല്ലോ. പ്ലീസ് മൂർത്തി, എന്താ ഇതൊക്കെ? ഇന്ന് രാവിലെ ഞാൻ ഫോൺ ചെയ്താണ് മാഡം. കൃത്യമായിട്ട് എത്തിക്കോളെന്നും പറഞ്ഞതാ. ഇപ്പൊ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. എന്താണ് കാര്യമൊന്നും എനിക്കറിയില്ല മാഡം. ആരോ പിന്തിരിപ്പിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ. ചിറ്റപ്പ, MLA എന്തോ ഒരു ടെൻഷനിലാണല്ലോ. വാ. നമസ്തേ സർ. ലോയർ ശിവനാരായണൻ എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങളുടെ വക്കീൽ എവിടെയെന്ന്? വന്നിട്ടില്ല.
പിന്നെ സാക്ഷികളെ എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വന്നോളാന്ന് പറഞ്ഞിരുന്നതാ. ലോയറില്ല, സാക്ഷികളില്ല. ഇങ്ങനെ കോടതിയുടെ വിലയേറിയ സമയം പാഴാക്കാനുള്ളതല്ല. അതുകൊണ്ട് ഈ കേസ് കോടതി മാറ്റിവെക്കുന്നു. എക്സ്ക്യൂസ് മീ സർ, പറയാനുള്ളതൊന്ന് കേൾക്കണം പ്ലീസ്. വാദിക്കേണ്ടത് നിങ്ങളല്ല മാഡം, ലോയറാണ്. എന്നാ ചെല്ലേ കേസ് ഏറ്റെടുക്ക്. ചെല്ല് കണ്ണാത് പിന്നെ പറയുന്ന കേൾക്ക്. ചെല്ല്, കേസ് ഏറ്റെടുത്തോളാന്ന് പറ. എന്തറിഞ്ഞിട്ടാടാ? അവധിക്ക് വെക്കാലോ. അപ്പൊ സാക്ഷികള്? സാക്ഷികളൊക്കെ ഉണ്ട്. സമയമാകുമ്പോ അവരൊക്കെ വന്നോളുന്നേ. ചെല്ല്. യുവർ ഓണർ, എന്റെ പേര് ശ്രീപതി. ഈ കേസ് ഞാൻ ഏറ്റെടുക്കാം സർ. ഒരു അവധി കിട്ടിയാൽ. നിങ്ങൾക്കാരാ സാക്ഷികളുള്ളത്? അവധി എങ്ങനെ തരും? സൈലൻസ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒരാൾ കുറ്റവാളിയാകും എപ്പോ? സാക്ഷികൾ ഉണ്ടാകുമ്പോ. ഒരാൾ കുറ്റവാളിയാകും എപ്പോ? കേസ് പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ. അല്ലാതെ 10 ചാനലിൽ ന്യൂസ് വന്നാലോ 10 പേപ്പറുകളിൽ എഴുതിയാലോ 10 ആളുകൾ ഇങ്ങനെ വായിട്ട് അലച്ചത് കൊണ്ടോ ഒരു MLA സപ്പോർട്ട് ചെയ്താലോ കേസ് ഒരിക്കലും പ്രൂവ് ആവുകയില്ല. യുവർ ഓണർ, രാത്രി റേപ്പ് ചെയ്താൽ ഏതെങ്കിലും സ്ത്രീകൾ രാവിലെ ഗർഭിണിയാകുമോ? യെസ്, റേപ്പ് നടന്നിട്ടുണ്ടാവും. പക്ഷെ റേപ്പ് നടന്ന ദിവസം അവൾ 6 months പ്രഗ്നന്റ്. ഇതാ ഡോക്ടർ സർട്ടിഫിക്കറ്റ്. ഈ സ്ത്രീ ഏത് ടൈപ്പാണെന്ന് അറിയോ സാർ? രാത്രി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ലോറികൾ ഇന്ന് അനാശാസ്യത്തിന് 2-3 തവണ ഈ കോൺസ്റ്റബിൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2-3 തവണ കണ്ടു സാർ. 2 തവണയെ പിടിച്ചുള്ളൂ. കരഞ്ഞു പറഞ്ഞത് കൊണ്ട് വാണിംഗ് കൊടുത്ത് പറഞ്ഞു വിട്ടു. ചെറിയ പെൺകുട്ടിയല്ലേ സാർ? സാറേ, അയ്യോ, വേണ്ട, ചെറിയ കുട്ടിയാ. ദയവിച്ചങ്ങനെ പറയല്ലേ. ഞങ്ങൾക്ക് പരാതിയില്ല സാർ. കേസ് വേണ്ട സാറേ, ഞങ്ങൾ പൊയ്ക്കോട്ടെ സാർ. കോടതിയെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? കേട്ടില്ലേ യുവർ ഓണർ? സാധു പെൺകുട്ടിയാ, ചെറിയ കുട്ടി, അതുകൊണ്ട് കേസും വേണ്ടെന്ന്. അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താ? ഇവരെത്രയാ അപമാനിച്ചത്? ഇയാളൊരു ബിസിനസ് മാനാണ്, യൂത്ത് ഐക്കൺ പൊസിഷനിലുള്ളവൻ. അവന്റെ പേരിൽ ഈ കേസ് കെട്ടിവെച്ച് പിന്നെ ആ രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുത്ത് ഈ രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുത്ത് ജനങ്ങളെ ഈ സ്വാധീനിച്ച് അവളെ ഇവൻ റേപ്പ് ചെയ്തു എന്നും പറഞ്ഞ് മാനസിക നില തന്നെ തകർത്ത് കളഞ്ഞു സാർ. ഇവരുടെ മോളൊരു പണത്തിന് വേണ്ടി ബാർഗെയിൻ ചെയ്തപ്പോൾ ആരൊക്കെയോ ചേർന്ന് മാനഭംഗപ്പെടുത്തി കൊന്നതാണെന്നാണ് എന്റെ മനസാക്ഷി പറയുന്നത്. മനസാക്ഷി അല്ല യുവർ ഓണർ, ദിസ് ഈസ് ദ ട്രൂത്ത്. ഇങ്ങനെ ഒരു തെറ്റായ ആരോപണം നടത്തി വിലയേറിയ കോടതി സമയം പാഴാക്കിയത് പരിഗണിച്ച് ഈ കേസ് കോടതി തള്ളുകയാണ്. ദിസ് കേസ് ഈസ് ഡിസ്മിസ്ഡ്.
എന്താ സാർ ഇങ്ങനെ? വണ്ടിയെടുക്ക, വണ്ടിയെടുക്ക, വേഗം വണ്ടിയെടുക്ക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, വേഗം വാ. വണ്ടി സ്റ്റാർട്ട് ചെയ്യും, വേഗം ആശുപത്രി കൊണ്ടുപോകണം, വേഗം വണ്ടി എടുക്ക ചിറ്റപ്പ. കണ്ണ പറഞ്ഞ കേട്ടില്ലേ? അതല്ല കണ്ണ, എന്താ? മരിച്ചുപോയടാ, മരിച്ചുപോയടാ. മരിച്ചു? സാർ ഒരു നിമിഷം, അവർ സൂസൈഡ് ചെയ്തു. അത് കോടതി വിധി കറക്റ്റ് ആവാത്തത് കൊണ്ടല്ലേ? ആര് പറഞ്ഞു? ആ ചത്തുപോയവര് പറഞ്ഞോ? എങ്കിൽ കറക്റ്റ് ആയിരിക്കും. ചത്തുപോയാലും ആളുകളെ വെറുതെ വിടരുത്. ചിറ്റപ്പ ഒരു നിമിഷം ഒന്ന് പിടിച്ചേ. ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട, അവരറിയോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചോദിച്ചവർ അവരറിയോ? അവര് ധനുഷിന്റെ ആൾക്കാരാ കണ്ണ, ധനുഷിന്റെ ആൾക്കാരാ. ധനുഷ് അവര് വളരെ ഡേഞ്ചറസ് ആൾക്കാരാ. അവരെ വിട്ടേക്ക് കണ്ണ, നമ്മളതിൽ ഇടപെടണ്ട. ധനുഷിന്റെ ആൾക്കാരാ, ധനുഷിന്റെ ആൾക്കാരാ. കോർട്ട് കേസൊക്കെ കഴിഞ്ഞില്ലേ? ബാക്കിയൊക്കെ എങ്ങനെ? ലാൻഡ് രജിസ്റ്റർ ചെയ്യിച്ച് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. കോഫി കുടിച്ച് സംസാരിക്കാം, വരൂ. 30 ഏക്കേഴ്സിൽ 28 ഏക്കേഴ്സ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരുന്നുള്ളൂ. എന്താ അത്? മൊത്തം കൂടി എഴുതിച്ച നോക്കാൻ വാച്ച്മാൻ നിർത്തണ്ടേ? ഇതാരാ ചെയ്തത്? നിന്റെ ലൈഫല്ലേ ഞാൻ തിരിച്ചു വന്നത്. ഇനി നീ ആരെ വേണേലും കൊന്നോ, ഞാൻ നോക്കിക്കോളാം. താങ്ക്സ്, ലവ് യു ബ്രദർ. ട്രൈ ചെയ്യടാ. സൂപ്പർ. വിടരുതാ അവനെ. കോട്ടിൽ നിന്ന് ഞാൻ നോട്ട വിട്ടതാ. ന്യായത്തിന് 1000 കാലുകൾ ഉണ്ടാവണം, അന്യായത്തിന് കാലേ ഉണ്ടായിക്കൂടാ. എവിടെ? Who the hell is he?